അപ്പോൾ ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഫാമിലി വീഡിയോ ആണ്. അമ്മയും പപ്പയൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക്, കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മഴ രാവിലെ തന്നെ മഴയാണല്ലോ. രാവിലെ തന്നെ ഇവിടെ നല്ല മഴയുണ്ട്. ഗുഡ് മോർണിംഗ് ഫസ്റ്റ്. അതെ, രാവിലെ തന്നെ നേരം വെളുക്കുവാണല്ലോ. ഭയങ്കര മഴ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? മഴയാണ്, മഴ ഈ രക്തചന്ദനവും പാലും. രക്തചന്ദനത്തിന്റെ പൊടിയാണ്, ഉടായിപ്പാണ്. അമ്മ എന്താ തൈരോ ഒക്കെ എടുത്തിടുന്ന മുഖത്ത്? അമ്മ തൈരാ ഇടുന്നത്? പാലാണോ തൈരാണോ? കൊച്ചു തൈരാ ഇടുന്നേന്ന് തോന്നുന്നു. വരുമ്പോഴേ മുഖത്തെ പരിപാടിയൊക്കെ ആഘോഷം ചെയ്യും. ഇതൊക്കെ നാച്ചുറൽ അല്ലേ, അത് കുഴപ്പമില്ല. ഫേസിൽ അപ്ലൈ ചെയ്യാം. നല്ലപോലെ അപ്ലൈ ചെയ്യാം. ഇതിന് ഒരു തരിതരിപ്പുണ്ട്. തലയിലും കൂടെ എന്തൊക്കെങ്കിലും ചെയ്യണം. ആ മുടി അത്രയും പൊഴിഞ്ഞു പോയി. പക്ഷെ അവിടുന്ന് എന്തുവാ അതിൻ്റെ പേര്? നമ്മൾ ഇന്നലെ നമ്മുടെ വീട്ടിൽ പോയപ്പോഴേ അവർ കറ്റാർ വാഴ എടുത്തോണ്ട് അതും മുഖത്തിടുന്ന നല്ലതെന്ന് പറയുന്നു. കറ്റാർ വാഴ പക്ഷെ അവരുടെ ഇഷ്ടം പോലെ ഇരിക്കുന്ന കറ്റാർ വാഴ. നമുക്കൊരു അവൾ പറഞ്ഞെടുത്തോണ്ട് പോകാൻ പറഞ്ഞായിരുന്നല്ലോ. അവിടുന്ന് ഒരു 5-6 ചെടിച്ചട്ടി എടുത്തേ, അത് മേടിച്ച് കറ്റാർ വാഴ നടാം. പക്ഷെ അത് എല്ലാത്തിനും നല്ല കറ്റാർ വാഴ, മുഖത്തിടാനും. ജ്യൂസ് അടിച്ചു കുടിക്കും കറ്റാർ വാഴയെ. ജെല്ല് പുഡിംഗ് ഉണ്ടാക്കും, എന്തെല്ലാം ചെയ്യും. പക്ഷെ മുട്ട കറ്റാർ വാഴ അവിടെ നിൽക്കുന്നത്. എൻ്റെ അടുത്ത് അവൾ പറഞ്ഞു, ചേച്ചി എടുത്തോണ്ട് പോകാം. തേങ്ങ എടുക്കാൻ പോകണം, എടുക്കാൻ പപ്പ വരട്ട്, പപ്പ വന്നിട്ട് പോകാം നമുക്ക്. കളാവോ തീർത്തു. ഉറങ്ങട്ടെ, അംഗൻവാടിയിലൊന്നും പോകണ്ടല്ലോ. നല്ല തണുപ്പുണ്ട്. ഹലോ ഗായ്സ്, നമ്മൾ റിച്ചാണ് ഗായ്സ്, റിച്ചാണ്. കണ്ടാ തേങ്ങ നോക്കി, 2 തേങ്ങ. ഞങ്ങൾ റിച്ചാണ്. ഇപ്പം നാട്ടിലെ മണക്കാർ നമ്മളാ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? കിഴങ്ങറി വെച്ചാ അപ്പം കിഴങ്ങറി. ചിക്കനാണോ? ചിക്കൻ വാങ്ങിക്കണം. പപ്പ രാവിലെ തന്നെ ഒരു അമ്പലത്തിൽ പോയിരിക്കുകയാണ്. എന്നെ അമ്പലത്തിൽ പോയിട്ട് ആവി പറക്കുന്നു. രാവിലത്തെ പണി തുണി കഴുകല്. ഇന്നലെ കഴുകിയില്ലായിരുന്നു, അതുകൊണ്ടോ.
നമുക്കൊരു വാഷിംഗ് മെഷീൻ മേടിക്കണം അവിടെ. ഓളാണെന്നോ? ആ അപ്പോൾ ഗായ്സ് ഞാനിവിടെ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്, ഒരുങ്ങി. ചുമ്മാ വീട്ടിലേക്കാണെങ്കിലും ഒന്ന് ഒരുങ്ങി നിൽക്കാമല്ലോ. ഞാനങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരുങ്ങുന്ന കൂട്ടത്തിലല്ല. അമ്മൂസ് പക്ഷേ വീട്ടിൽ നിൽക്കുമ്പോഴായാലും എപ്പോഴും ഫേസൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കും. ആരും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ എളുപ്പം പോയി മുഖം കഴിവൽ ആ പരിപാടിയൊക്കെയാണ്. പക്ഷെ അമ്മൂട്ടൻ എപ്പോഴും അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞാനും ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതാണ്. ഞാൻ ഒരുങ്ങി സുന്ദരിക്കുട്ടിയായിട്ടേക്ക് സുന്ദരിക്കുട്ടിയല്ല, അപ്പോൾ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് സാറ്റർഡേ ആണ്. പപ്പ ഇപ്പോൾ കുറച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ പറഞ്ഞില്ല അല്ലേ? പപ്പ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് വെളുപ്പിൽ 3 മണിയായപ്പോഴേ പോയതാണ്. തിരുവനന്തപുരത്ത് അവർ ഫ്രണ്ട്സ് ആയിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പപ്പ വന്നു, പിന്നെ ഫുഡൊക്കെ കഴിച്ചു. രാവിലത്തെ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പവും കിഴങ്ങറിയായിരുന്നു കേട്ടോ. മിക്കപ്പോഴും നമുക്കിവിടെ അപ്പവും കിഴങ്ങറി അല്ലെങ്കിൽ ചപ്പാത്തിയും കിഴങ്ങറിയൊക്കെ ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനൂസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. പിന്നെ അമ്മൂസ് രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. സൺഡേ അവർക്ക് ലീവില്ല. പിന്നെ അമ്മ ഇപ്പം അർജൻറ്റായിട്ട് കുറച്ച് തയ്യലൊക്കെ വന്നിട്ടുണ്ട്. അമ്മയും അങ്ങോട്ട് പോയി. അപ്പം ഞാൻ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഞാൻ ആര്യവർക്ക് പഠിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ സംസാരിക്കാൻ തുടങ്ങി അപ്പം തുടങ്ങാൻ കൂട്ടി. ഓക്കെ. അപ്പോൾ ആര്യവർക്ക് പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ സൺഡേ ഇന്ന് പോകണമായിരുന്നു. അപ്പോൾ ഇന്നിപ്പം മഴയും ഒക്കെ കാരണം ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോകണില്ല, ലീവ് എടുത്തു. അപ്പം ഇന്ന് ഫുൾ വീട്ടിൽ തന്നെയാണ്. ഇനിയിപ്പോൾ കുറച്ച് എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതൊക്കെ ഞാൻ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം മഴയായിക്കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാനേ എനിക്ക് ഇഷ്ടമല്ല. തോനെ മുടികളൊന്നും വിചാരിക്കണം, മുടി കുറവ്. എന്നാലും ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നതേ ഉള്ളു കേട്ടോ. മുടി വളരെ കുറവാണ്, അറിയാമല്ലോ. ഞാൻ 10th പഠിക്കുമ്പോഴേ നല്ല മുടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഏതാണ്ട് 6-ലോ 7-ലോ പഠിക്കുമ്പോഴാണ് എനിക്ക് മുടി വളർത്തുന്നത് കേട്ടോ. ആദ്യം പറയാം. അപ്പം മുടി വളർത്തുന്നത് എന്ന് വെച്ചാൽ അപ്പം ക്രോപ്പ് ചെയ്ത് വെട്ടിയിട്ടെന്നാൽ അതിന് വലുതാകുമ്പോൾ ഭയങ്കര മുടി ഉണ്ടാകുമെന്നും പറഞ്ഞിട്ട് അന്നേ മുടി കുറേശ്ശെ വെട്ടി ഇങ്ങനെ ബോബ് ചെയ്തായിട്ടുണ്ടിരുന്നത്. അപ്പോൾ 6-ലൊക്കെ വെച്ചിട്ട് എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ നല്ല ശരിക്കും മുടിയുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ മുട്ടച്ചി, എന്ന് വെച്ചാൽ ബോബ് ചെയ്തിട്ടിരിക്കുകയല്ലേ. പിന്നെ ആയപ്പോഴത്തേക്കും മുടി വളർത്താൻ വളർന്നു. അപ്പോൾ എനിക്കും അമ്മൂന് ഒരേ ഇണക്കേ മുടി വെട്ടത്തുള്ളൂ. എപ്പോൾ നോക്കിയാലും ഒരേ ഇണക്കേ മുടി വെട്ടത്തുള്ളൂ. പക്ഷേ വെട്ടി എന്തോ അവൾക്ക് ഇപ്പോഴും കുഴപ്പമില്ലാതെ മുടിയുണ്ട്. പക്ഷേ എനിക്ക് മുടി അങ്ങ് പോയി. പിന്നെ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും മുടി വളർന്നതിന് ശേഷം ഞാൻ വീണ്ടും വെട്ടി. ഇപ്പം മുടിയൊന്നും ഇല്ല, ഭയങ്കര സങ്കടമാണ്. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തലയൊക്കെ തേച്ചിറക്കി അതിന് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഉച്ചയ്ക്ക് ഇത് ഫുഡ് കഴിക്കണം. പിന്നെ മഞ്ഞുമ്മ ബോയ്സ് TV-യിൽ കിടക്കുന്നു. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. എൻ്റെ കൈ അഴയ്ക്കുന്നു. ഞാനിങ്ങനെ കയ്യിലല്ലേ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് കൈ അഴയ്പ്പുണ്ട്. പിന്നെന്താണ്, ഇന്നലെ എനിക്കൊരു CPയുടെ എക്സാം ഉണ്ടായിരുന്നു. നല്ല ടഫായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ എന്നെ സംബന്ധിച്ചിടത്തോളം ടഫായിരുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ എളുപ്പമുണ്ടായിരുന്നു കാണുമായിരിക്കും. പലർക്കും എളുപ്പമായിരിക്കാം, ചിലർക്ക് എന്നെക്കാട്ടിയും പാടുള്ളവരുണ്ടായിരിക്കാം. പഠിച്ചാൽ എഴുതാമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. CPയുടെ പോലീസിൻ്റെ ആയിരുന്നു. പോലീസ് ആകാനുള്ള ആഗ്രഹം ഇങ്ങനെ നീണ്ടു പോവുക. ഏത് കാലത്ത് എനിക്ക് ആവുമെന്നൊന്നും അറിയാൻ വയ്യ. നല്ലതായിരുന്നു ഒക്കെ എൻ്റെ എക്സാം. അപ്പം ഒരുപാട് എനിക്കൊന്ന് ഈ വർഷത്തിൽ ഞാൻ ആകെ ഒരു എക്സാം എഴുതിയിട്ടുള്ളായിരുന്നു. ഞാൻ ഇടയ്ക്ക് ചേർന്ന് ഉണ്ടായിരുന്നു, അത് ഞാൻ പോയിൻ്റായില്ല. അങ്ങനെ. അപ്പോൾ ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ സ്കൂളിൽ പോയപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. മോക്കും അവിടെ എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ കണ്ടു, സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പെങ്കൊച്ച് വന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചു. ചേച്ചി എന്താ ഇവിടെ എക്സാം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയാം ഉണ്ട്, മോക്കുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല ചേച്ചി, എനിക്ക് ഇവിടെ എക്സാം അല്ല, ക്ലാസ്സാണ്, അതിനാണ് വന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എല്ലാം സംസാരിച്ച ആൾ പോയപ്പോൾ ഞാൻ റിലേറ്റീവ്സിൻ്റെ ചോദിച്ചേ, അല്ല അത് ഏതാ കൊച്ച്? അവർ നിനക്കറിയത്തില്ലേ? ഞാൻ വിചാരിച്ചു നിനക്കറിയാതിരിക്കുമെന്ന്. പക്ഷേ എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ വീഡിയോസൊക്കെ കാണുമെന്ന് പറയുന്നു. ഇതിൽ വീഡിയോ കണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് അങ്ങനെ പേഴ്സണലി അറിയാനും വയ്യ. ആ കൊച്ച് എങ്ങനെയെങ്കിലും കൊച്ചിലേക്ക് കണ്ട് പരിചയങ്ങളാണോ, ഇനി എൻ്റെ അമ്മൂനോട് പഠിച്ചാണോ? എൻ്റെ കൂടെ പഠിച്ചതല്ല, ചേച്ചിന്നാണ് വിളിച്ചത്. പിന്നെ എന്നോട് പഠിച്ച ഒട്ടുമിക്കാൻ നമുക്കറിയാമല്ലോ. ഒട്ടുമിക്കാനല്ല, നമ്മളോട് പഠിച്ചാൽ നമുക്ക് അറിയാമല്ലോ.
ചിലപ്പോൾ പേര് മാറി ഓർമ്മയില്ലെങ്കിലും കണ്ടറിയാമല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല. ആ മോള് ഈ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് കമൻറ്റ്. നീ യൂട്യൂബ് കണ്ടിട്ട് വന്ന് മിണ്ടിയതാണോ അതോ പേഴ്സണലി നമ്മൾ തമ്മിൽ വല്ല റിലേഷനോ അല്ലെങ്കിൽ നല്ല പരിചയം ഉണ്ടോയെന്നെങ്കിലും ഒന്ന് പറയണം കേട്ടോ. എനിക്കൊരു ഓർമ്മയില്ല കൊച്ചിനെ കണ്ടതായിട്ട്. ഞാനത് ഇന്നലെ എക്സാം ഹാളിൽ ഇരുന്ന് എക്സാം തീർന്നപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കുക അതാരാണ് വന്ന് മിണ്ടിയത്. ഇങ്ങനെ ഞാൻ ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെയായാലും ഞാൻ വിചാരിക്കുന്നത് സബ്സ്ക്രൈബർ ആയിരിക്കും വീഡിയോ കണ്ടു വന്ന് മിണ്ടിയതായിരിക്കും എന്ന് ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്. പക്ഷെ എനിക്കൊരു മുഖപരിചയമില്ല കൊച്ചിനെ. പക്ഷെ വന്ന് മിണ്ടിയപ്പം നല്ല സന്തോഷമായി. പിന്നെ ഇപ്പോൾ പലരും അവിടെ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഇനി വീഡിയോയ്ക്കകത്ത് കണ്ട് നമ്മളെ നോക്കുന്നതാണോ അതല്ലാതെ ഇങ്ങനെ സാധാ നോക്കിയാണെങ്കിൽ നോക്കിയതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് എനിക്കറിയത്തില്ല എന്താ പറയണമെന്ന്. എന്നെ മനസ്സിലാക്കാൻ ചിലരെങ്കിലും വീഡിയോ കണ്ട് നമ്മൾ തിരിച്ചറിയുന്നതാണോ അതോ വെറുതെ നോക്കിയതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും എക്സാം കഴിഞ്ഞു. പിന്നെ നാളെ മൺഡേ ആണ്. നാളെ വന്നിട്ട് തെറാപ്പി ഉണ്ട്, അനൂസിന് തെറാപ്പി ഉണ്ട്. പിന്നെ തെറാപ്പി കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ അംഗനവാടി കൊണ്ടാക്കണം. അല്ലെങ്കിൽ പിന്നെ കൊട്ടിയത്തൊക്കെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ അങ്ങനെ. അമ്മച്ചി തൊഴിക്കുന്നമ്മ തോനെ ഒഴിച്ചേ. മിക്കവാറും ഇത് കഴിച്ച് അല്ല ഉണ്ടാക്കി ഇറങ്ങുമ്പോഴത്തേക്ക് എണ്ണയും കാണത്തില്ല. എണ്ണ തീർന്നേ. വെളിച്ചെണ്ണയ്ക്ക് എന്താ വിലയെന്നറിയാമോ? ഓ ഒരു ദിവസം പാചകത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാനത് എൻ്റെ മനസ്സിൽ വന്നില്ല. കയ്യാളായിട്ട് കൂടെ ആള് വേണ്ടേ. വഴട്ടി വെക്കും. ആ ചൂടായി നല്ല. ഞാൻ കുറച്ച് വെച്ചു. കരിയൊക്കെ തേച്ചോണ്ടിരിക്കുന്നു. കരിയല്ലത്, കാപ്പിപ്പൊടി. അത് കാപ്പിപ്പൊടി. അയ്യോ, അത് അന്ന് എന്തപ്പോഴും കണ്ടായിരുന്നു കാപ്പിപ്പൊടി. ഞാൻ ഇടയ്ക്ക് വെച്ച് ചെയ്തായിരുന്നു. കാപ്പിപ്പൊടിയും തൈരും ഒക്കെ ചേർത്ത് നല്ലതാ ദോശ. നല്ലതായിരിക്കും. വല്ല കാര്യമുണ്ടോ? ഷെഫ് പിള്ളായി ഇളക്കിളക്കാൻ എരിഞ്ഞേറുന്നു. മധുരം കൂടുവോ? പച്ചമുളക് ഇടണ്ട. Wow, salted dahlia. ചിക്കൻ മസാല വാങ്ങിച്ചായിരുന്നു. എന്തോപ്പാ? ഓതാണ്ടിരിക്കുന്നു. ചിക്കൻ മസാല. ചിക്കൻ മഞ്ഞളാ? അതുപോലത്തെ ഒരു നീലക്കകത്ത് നോക്കും. അതുകൊണ്ടാ മഞ്ഞക്കകത്താണ്. കുരുമുളകാ?
എരി തോനെയാവും. പച്ചമുളകുണ്ട്. മതി മതി. എന്നാ അവിടെ പോയിട്ട് എപ്പോൾ വന്നായിരുന്നു? അമ്പലത്തിൽ പോയിട്ട് എപ്പോൾ ഇറങ്ങി ഇവിടുന്ന്? 3 മണി. ആ അമ്പലത്തിൽ മാത്രമേ പോയോളാം. ചിക്കൻ ബനാന ചിക്കൻ. ഇഞ്ചി വെളുത്തുള്ളി പൊടികൾ വാരിയിട്ടു. പപ്പേൻ്റെ ചിക്കൻ കറി. നമ്മക്ക് റസ്റ്റ്. രാമായണം. യെസ്. കരിഞ്ഞടി കരിഞ്ഞ്. അറിഞ്ഞ ഓ അവിടെ ചിക്കൻ കറി വെക്കുന്നു. ഓ അനുകുട്ടി ചമയ്ക്കുന്നു. ഓ കൊച്ചു കിടന്ന് ചമയ്ക്കുന്നു. അനുകുട്ടി നമ്മളല്ല കേട്ടാ, നമ്മളല്ല. ശുണ്ടരി ശുണ്ടരി മോളെന്തി ശുണ്ടരി അങ്ങ് ഉറക്ക. എനിക്കടാ അങ്ങോട്ട്. എടുത്തോ. ഞാൻ രാത്രി പിടിയോട് പിടിയാ. നമുക്ക് കറി വെക്കണം. ചിക്കൻ കറി. അനുകുട്ടി എണീറ്റ. എന്തോ അനുകുട്ടി ഇവിടെ വെക്കുന്നേ? കൊച്ചു വെക്കുമ്പോ സൂപ്പറാ, തിന്നുമ്പോ അല്ലേ? ഓ എന്തൊക്കെയാലും മുളക് കരിഞ്ഞിട്ടുണ്ടേ. കഴിഞ്ഞു. ചിക്കൻ ഒലത്തിയ ചിക്കൻ ഒലത്തിയതായിരിക്കുന്നു. ഉള്ള വെള്ളം തിളച്ചത് കൂടി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. പപ്പ സ്റ്റൈൽ. ഓ മൈ ഗാഷ്, ഒരു കൊല്ലം വെള്ളമായെന്ന് തോന്നുന്നു. എന്തിന്നുണ്ടാക്കുന്നില്ലേ? പഴം ഞാൻ മാറ്റിക്കൊണ്ടുവരാം. ആ അപ്പൊ നമുക്ക് ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കാം. ചിക്കൻ ഉണ്ണിയപ്പം. ഓ മൈ ഗാഡ്. ഓ വാ. പിന്നെ ചിക്കനും അടച്ചു വെച്ചു. ഇനി വെന്താ മതിയില്ലേ അപ്പ? തക്കാളി ഇടുന്നില്ല പ്രാവശ്യം? ആ ബാക്കി ഇടണ്ട, തക്കാളി ഇടണ്ട. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിക്കൻ കറി സെറ്റപ്പ് ആയിട്ടുണ്ട് ഇവിടെ കേട്ടോ. അടിപൊളിയായി ഒരു ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട് പപ്പ. എന്നിട്ട് അവിടെ റെസ്റ്റ് എടുക്കുന്നു. ഞാൻ കട്ടൻ ഇട്ടു. ഞങ്ങളെല്ലാവരും കൂടി കട്ടൻ കുടിക്കാൻ പോകണം. എങ്ങനെയുണ്ട് കറി? സൂപ്പർ സൂപ്പർ. പപ്പ എന്നാ സൂപ്പർ കേട്ടോ, സൂപ്പർ.
പിന്നെ സൂപ്പർ. ഈ ഫാമിലി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.